ഇന്ന് വന്ന പുതിയ പുതിയ വിഷയങ്ങൾ അതൊന്നും ഇവർക്ക് അറിയില്ലായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ പറയാ? ഇന്ന് പുതിയ ലോകത്ത് എന്തെല്ലാം വന്നു. ടെസ്റ്റ് ട്യൂബ് ശിശു, പ്ലാസ്റ്റിക് സർജറി, അംഗമാറ്റങ്ങളും ലിംഗമാറ്റങ്ങളും ഒക്കെ നടക്കുന്നു. അതെല്ലാം ഇന്ന് ഓരോ വിഷയമാണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ എന്താ വിധി, മതവിധി എന്ത് എന്ന് ചോദിച്ചാൽ ഇവൻ ഒരു പക്ഷേ ഒന്നും പഠിച്ചിട്ടില്ല. അവൻ പറയാം അതൊന്നും ഇപ്പോൾ ഇസ്ലാമിൽ അതിനെപ്പറ്റിയൊന്നുമില്ല. കാരണം ഇസ്ലാമിൽ പണ്ട് കാലത്ത് എഴുതിയതാ, അന്നിപ്പോൾ ഈ സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരാരും അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അല്ല, ആ സംഗതികളെ മുഴുവൻ അണുമണി ഇല്ലാതെ വിട്ടുപോകാതെ എല്ലാം നമ്മുടെ ഫുഖഹാക്കൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഈ സംഗതി നടന്നിട്ടില്ല. അങ്ങനെ നടന്നാൽ അത് സംബന്ധമായുള്ള വിധികൾ അവർ കാലയെക്കുട്ടി പറയും. അപ്പം ഇസ്ലാം എല്ലാ നിലക്കും സമ്പൂർണ്ണമാണ്, ഏത് കാലത്തും സമ്പൂർണ്ണമാണ്. ആ സമ്പൂർണ്ണമായ ഇസ്ലാമിനെ പഠിച്ചവരാണ് ആലിമീങ്ങൾ. അവരത് മുഴുവൻ പഠിച്ചു പറയില്ല, അതിൽ സ്വല്പം അങ്ങനെയല്ലേ? ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇയാൾ വല്ലാതെ അങ്ങനെ സംസാരിച്ചപ്പോൾ, നിങ്ങൾ MBBS ഡോക്ടറാണ്, നിങ്ങൾ പഠിച്ചത് മാത്രമേ ഉള്ളൂ, ഇനി വൈദ്യശാസ്ത്രത്തിന് അപ്പുറമൊന്നും പറയാനില്ല നിങ്ങൾ പറഞ്ഞു ചോദിച്ചു. അയ്യോ അത് പറയാൻ കഴിയില്ല, നാഗാഴ്ചപ്പാട് ഇവിടെയും കാണണ്ടേ. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എത്ര കൊല്ലം പഠിച്ചു? അല്ല, ഞാൻ 5ാം ക്ലാസ് മദ്രസ വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രേ അയാൾ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ അത് വെച്ചാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പഠിക്കാണ്ട്. നിങ്ങൾ എത്ര കൊല്ലം പഠിച്ചു MBBS ഡോക്ടറേറ്റ് കിട്ടാൻ? അത്ര കൊല്ലം പഠിച്ചിട്ടാണ് ഞാനൊരു മുദരിസായത് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ പഠിച്ചതുപോലെ വൈദ്യശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്തേക്ക് വന്നു. എനിക്ക് തലവേദന ഉണ്ടായപ്പോൾ നിങ്ങൾ തന്ന മരുന്ന് ഞാൻ കഴിക്കുക. ഈ മരുന്ന് തന്നെയാണ് ഈ രോഗത്തിന് എന്നതിനുള്ള തെളിവെന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എന്നോട് തെളിവ് വെച്ചു. ഞാൻ ഇസ്ലാം മരുന്ന് എമ്മ പറഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ പോരെ, തെളിവ് പറഞ്ഞു. അപ്പോൾ അതേ ഭാഷയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ രോഗങ്ങൾ മനസ്സിലാക്കിയതാണ്, അതിൻ്റെ മരുന്ന് ഇന്നതാണ്, അത് തെളിവ് തരുമോ? അപ്പം അദ്ദേഹം പറഞ്ഞു അത് തെളിവ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. എന്നാൽ അതേമാതിരി തന്നെ ഇതും നിങ്ങൾ ചോദിച്ച മസ്സൻ്റെ തെളിവ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. നിങ്ങൾ കരുതിയുണ്ടോ നിങ്ങളെ ഈ വിജ്ഞാനം വളരെ വിശദമായ വിജ്ഞാനമാണ്, ഞങ്ങളീ പഠിച്ചതൊക്കെ അങ്ങനെ പെറുക്കിക്കാൻ പറ്റുന്ന സംഗതിയാണ്? അതൊന്നുമല്ല. നിങ്ങൾ എത്ര കൊല്ലം പഠിച്ചു അതിൻ്റെ ഇരട്ടി കൊല്ലങ്ങൾ പഠിച്ചവർ നമ്മളെ ഈ പ്രസ്ഥാനത്തിലെ ആലിമ്യങ്ങളുണ്ട്. അപ്പം അത് നിങ്ങൾ ഇപ്പോൾ ഈ രാഷ്ട്രീയം പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്തിനും സ്നേഹിക്കുമ്പോൾ മറ്റു രാജ്യക്കാരെ വെറുക്കാൻ പറ്റുമോ? അവർ ഉറപ്പിക്കാൻ പറ്റുമോ? എന്ന പോലെ തന്നെയല്ലേ ഇതും നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളുടെ വിവരം അതിൻ്റെ ലാസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ്. ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എത്ര വലിയ വിവരസ്ഥനാണെങ്കിലും അയാളെക്കാൾ വിവരമുള്ള വേറൊന്നുണ്ടാവും. അങ്ങനെയാണ്. അത് നിങ്ങൾ ഇസ്ലാമിലും മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ അവരോട് ഈ വിഷയം പുതിയ വിഷയവുമായി അവർ പല മസാലകളും ചോദിച്ചു. അതിനെല്ലാം ഫിഖ്ഹിൻ്റെ കിതാബിൻ്റെ ഉദ്ധരണി വെച്ചുകൊണ്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ഇസ്ലാം അങ്ങനെയാണെന്ന് നാം പഠിക്കണം. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ആലിമീങ്ങൾ എഴുതിയ ബുക്കുകളും പുസ്തകങ്ങളൊക്കെ വായിക്കലിനെ അതിൻ്റെ ഒരു വഴി എല്ലാം കേൾക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹു ആ വഴിയിലൂടെ നമ്മളെ നടത്തി നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിക്കട്ടെ.